പോസ്റ്റ് പുള്ളി മുക്കിയതാണ് നമ്മൾ ആഷിഖ് അബു. അതിലെഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. ലോകത്തിൻ്റെ 1/4 ഭാഗവും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം ഞങ്ങൾ സിനിമയാക്കുന്നു. ആസൂത്രിതമായി മറവിയിലേക്ക് തള്ളപ്പെട്ട മലബാർ വിപ്ലവ ചരിത്രത്തിൻ്റെ 100ാം വാർഷികത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ 2 കാര്യമാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ഒന്ന്, പ്രധാനമായിട്ട് ഈ മലയാള രാജ്യം എന്ന് പറയുന്നൊരു വിഷയം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഗതി, ഈ മലയാള രാജ്യം എന്ന് പറയുന്ന സാധനം, അങ്ങനെ ഒരു സംഭവം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നും അതൊരു ഇസ്ലാമിക രാജ്യമായിരുന്നുവെന്നും അതിനകത്ത് ശരിയ നിയമമായിരുന്നു അവിടെ നടപ്പിലാക്കിയിരുന്നത് എന്നും എത്ര മലയാളികൾക്കറിയാം, എത്ര കാക്കാമാർക്കറിയാം. അവിടെ ജിസിയ എന്ന് പറയുന്ന ഫെസിലിറ്റി, അവിടെ മതപരിവർത്തനം എന്ന് പറയുന്ന വിഷയം അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ കാഫിറുകളെ കൊന്നുതള്ളുന്ന അവസ്ഥയുണ്ടായി. അത് ഇവിടെ സംഭവിച്ചതിൻ്റെ കാരണം ഈ സാധനമായിരുന്നു, മലയാള രാജ്യം. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇത് നടത്തിയത്. ഞാനത് ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം 1-2 TV ചർച്ചകളിലും അതുപോലെ പല എഴുത്തൊക്കെ നടത്തിയ സമയത്ത് ഇതുപോലെ പറഞ്ഞപ്പോൾ ഒരു സ്വതന്ത്ര ചിന്തകനായിട്ടുള്ളൊരു സുഹൃത്ത് എന്നെ വന്ന് ഉപദേശിച്ചു. എന്നോട് പറഞ്ഞു, ആരിഫ്, ഈ സംഗതി, ഈ മലയാള രാജ്യത്തിൻ്റെ കാര്യം അധികം എടുത്ത് ഉപയോഗിക്കരുത്, കാരണം ഇത് സംഘികളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അത് പ്രശ്നമാണ്, സംഘിച്ചാപ്പ കിട്ടൂട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംഘി പറഞ്ഞാൽ എന്താണ്, ഇതുള്ള കാര്യമല്ലേ. അപ്പോൾ പറഞ്ഞു, ഉള്ളതാണ് എന്ന് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല, എന്നാൽ ചില രേഖകളിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈവൻ വിക്കിപീഡിയയിൽ നോക്കിയാലും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണാം. പക്ഷേ പല സ്ഥലങ്ങളിലും അതങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു. എന്തായാലും ഞാൻ അന്വേഷിച്ചപ്പോഴും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴും അങ്ങനെ ഒരു സംഭവം ഇവിടെ നടപ്പിലായതിനെ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ അത് ഞാൻ പറയാറുമുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അത് വേണ്ട, അത് സംഘിച്ചാപ്പ് കിട്ടും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളെ രീതി സംഘിച്ചാപ്പയെ ഭയക്കാത്തതായതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ ആഷിഖ് അബു ഈ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്ക് യാതൊരു സംശയവും ഇല്ല, അത് ഇവിടെ നടന്നിരിക്കുന്നു എന്ന് സമ്മതിക്കുക മാത്രമല്ല, അതിൽ വലിയ അഭിമാനവും കൂടി അവർ കണ്ടെത്തുന്നു എന്നതാണ്. അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അത് അവിടെ ഒരു സംശയവുമില്ലാതെ അവിടെ പറഞ്ഞു വെക്കുന്നു. അത് സിനിമയുമാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കിട്ടിയത്. അപ്പോൾ സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഇനിയിപ്പോൾ എനിക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല, ആഷിഖ് അബു വരെ സാക്ഷ്യപ്പെടുത്തിയ സാധനമാണ് എന്നെനിക്ക് പറയാലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ മലയാള രാജ്യം അതൊരു ഇസ്ലാമിക രാജ്യമായിരുന്നു, അതൊരു ഖിലാഫത്തായിരുന്നു. അതിനകത്ത് ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക ശരിയ നിയമമായിരുന്നു അവിടെ നടപ്പിലാക്കിയിരുന്നത്. അവിടെ മുസ്ലിങ്ങൾക്കായിരുന്നു കൂടുതൽ സ്ഥാനം. കാഫിറുകളായിട്ടുള്ള ആളുകളെ കൊന്നുതള്ളുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ടാക്സ് ജിസിയ എന്ന് പറയുന്നത് അവിടെ പിരിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക രാജ്യം വന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു വലിയൊരു ദോഷം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ദുരന്തമായിരിക്കും ഒരു ബഹുസ്വര സമൂഹത്തിന് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്നുള്ളതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇനി ഈ സിനിമയാക്കുമ്പോൾ ഈ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞ ആ ചങ്ങായിനെ വലിയൊരു സ്വാതന്ത്ര്യ സേനാനിയായിട്ട് ചിത്രീകരിക്കാനും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ഏതോ വലിയൊരു പുള്ളിയാണ് മഹാൻ എന്നൊക്കെ പറഞ്ഞ് വരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ തന്നെയായിരുന്നു ആ സിനിമ. അതിനുവേണ്ടി തന്നെയാണ് ഇത് ഇറങ്ങിത്തിരിച്ചത്.